ചെറിയ ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ പങ്കാളിത്തം കിട്ടിയ ഒരു പരിപാടിയാണ് വേടൻ. വേടന് വലിയ റീച്ചാണ് കിട്ടിയത്. നമ്മുടെ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി നടേശൻ ലേഖനം എഴുതി വേടൻ പാടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിമാർ, സന്യാസിമാർ, അതുപോലെ അയ്യങ്കാളി പുരസ്കാരം കൊടുക്കുന്നു, തലപ്പാവ് വയ്ക്കുന്നു. എന്തൊരു ബഹളമായിരുന്നു! മലപ്പുറം കത്തി, കാസർഗോഡ് കാദർഭായി, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ പുള്ളിക്കെല്ലാം കൊടുത്തു. പത്മഭൂഷൺ ഒഴിച്ച അല്ലെങ്കിൽ പത്മശ്രീ ഒഴിച്ചുള്ള എല്ലാം കിട്ടി പുള്ളിക്ക്. പുള്ളി ആവേശപ്പെട്ടു. ഓരോ വേദികളിലും പെൺകുട്ടികൾ കരയുന്നു വേടനെ കാണുമെന്ന് പറഞ്ഞ്. ചെറിയൻകീഴൊരു പരിപാടിക്ക് വേടൻ വരില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ സ്റ്റേജ് അടിച്ച് പൊളിച്ചു എന്ന് പറയുന്നു. അത്രമാത്രം ഒരു വലിയ ഒരു ആവേശമായി വേടൻ. ഇപ്പോൾ എവിടെ പോയി? ഒളിവിൽ നിൽക്കുന്നു. വേടൻ എന്തൊരു തള്ളാണ് തള്ളിയത്! ശ്രീബുദ്ധൻ, പട്ടിക്ക് ശ്രീബുദ്ധൻ എന്ന് പേരിടുന്നു. രാമനെ കണ്ടിട്ടില്ല, രാമൻ മര്യാദ പുരുഷോത്തമനല്ല, രാവണനെയാണ് ഇഷ്ടം. അതുപോലെ തന്നെ കൃഷ്ണനെ തള്ളു പറഞ്ഞു, അയ്യപ്പനെ പറഞ്ഞു. എന്തൊരു തള്ള പറഞ്ഞു! നമ്പൂതിരി, നായർ, തിരുമേനി, പുരോഗമൻ അല്ല മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സകലവരെയും തെറി പറഞ്ഞു. പൊയ്കലയപ്പച്ചൻ്റെ പാട്ടിൽ കുറച്ച് കൃത്രിമം കൂടെ ചേർത്ത് പാടി, അയാളുടെ വരികളും കൂടെ ഇട്ട് പാടി, സ്വന്തമായി പാട്ട് എഴുതി പാടി തകർത്ത് 30,000 രൂപയിൽ തുടങ്ങി 5 ലക്ഷവും 10 ലക്ഷം രൂപ വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പോൾ ബോൾഗാട്ടി പാലസിൽ വലിയ പൈസയ്ക്കാണ് ടിക്കറ്റ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി വെച്ചത്. അങ്ങനെ ലോകമാകെ പോയി വളർന്നു വരുന്നതിനിടയിലാണ് അദ്ദേഹം തെറിപ്പാട്ടുകൾ പാടുന്നതും കൂടി ശീലമാക്കി, അശ്ലീലം പാട്ടിൽ കയറ്റി വല്ലാത്ത രൂപത്തിലാക്കി. അവസാനം ഇപ്പോൾ പല കേസുകളിൽ ചെന്നുപെട്ടു. ആദ്യം കഞ്ചാവ് കേസിൽ പിടിപെട്ടു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു അയാൾ വന്ന് പറഞ്ഞു, അനിയ ചേട്ടാ, കുഞ്ഞുങ്ങളെ, അനിയന്മാരെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ നിങ്ങളാരും അങ്ങനെ ഉപയോഗിക്കരുത്, ഞാൻ പെട്ടുപോയതാണ്, ഇനി അങ്ങനെ ചെയ്യൂല, നിങ്ങളാരും എന്നെ ഫോളോ ചെയ്യരുത് എന്ന് ഈ കാര്യത്തിൽ, പാട്ടിലല്ല, എന്നെ നിങ്ങളാരും പിന്തുടരരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പയ്യൻ വന്നിട്ട്, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നന്നായല്ലോ, എന്ത് മനോഹരമാണെന്ന് തോന്നി. വീണ്ടും ദാ അടക്കണം അടുത്ത പുലിപ്പല്ല്, അത് കഴിഞ്ഞ് പുലി നഖം, അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് അത് അടുത്തൊരു ഐറ്റം. പെൺകുട്ടികളെ കൈകാര്യം ചെയ്യുന്നു. നല്ല രസമല്ലേ? അത് ഒരാളല്ല, ഒരു യുവ ഡോക്ടറാണ് ഇങ്ങനെ വന്നത്. എന്നെ 5 പ്രാവശ്യം വിളിച്ചു വന്നും എൻ്റെ ഫ്ലാറ്റിൽ വന്നു എൻ്റെ 30,000 40,000 വെച്ച് പലപ്പോഴും പൈസ മേടിച്ചെന്നും എന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അവസാനം റേപ്പ് ചെയ്തെന്നും എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ വല്ലാതെ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോഴാണിതാ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഒരുപാട് പേരുടെ പരാതികൾ വരുന്നു, പേര് വെളിപ്പെടുത്താനാവാത്ത പെൺകുട്ടികളുണ്ട്. അപ്പോൾ എന്തായിരുന്നു യുവരാജാവ് കാണിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ? നിങ്ങളോട് ആരാധന, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ രൂപവും കണ്ടിട്ടുള്ള ആരാധനയൊന്നും അല്ല. നിങ്ങളെക്കാൾ എത്രയോ സൗന്ദര്യമുള്ളവർ, എത്രയോ വിദ്യാഭ്യാസമുള്ളവർ, ഡിഗ്രി ഉള്ളവർ, പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവർ, വലിയ ജോലി ഉള്ളവരൊക്കെ കൂടെ ഉണ്ട്. അവർക്ക് പോലും ഇത്ര ആരാധകരില്ല. പക്ഷെ നിങ്ങളുടെ പാട്ടിനെ, പ്രത്യേകിച്ച് റാപ്പ് സംഗീതത്തെ മലയാള ഗാനങ്ങളുമായി കൂട്ടിച്ചേർത്ത് ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുമ്പോൾ, ആ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ജനതകൾ അനുഭവിച്ച ബുദ്ധിമുട്ട് പറയുമ്പോൾ, പുരോഗമന ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, ജാതി ചിന്തയെന്ന് വലുതായിട്ട് കൊണ്ട് നടക്കാത്ത പിന്നെ മുന്നോക്ക സമുദായക്കാരും, പിന്നെ ഇത് അനുഭവിച്ച പിന്നോക്ക സമുദായക്കാരും എല്ലാവരും കൈയടിച്ചു, ഭയങ്കരമായി കൈയടിച്ചു. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഒളിവിലാണ്. മാന്യത ഉണ്ടെങ്കിൽ വരണ്ടേ? ഇപ്പോൾ പോലീസ്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ പോലീസായതുകൊണ്ട് ഈ പോലീസിന് ഒരു ഗുണമുണ്ട്. നമ്മുടെ പോലീസിന് ക്രിമിനൽസിനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ രക്ഷിച്ച് വെളുപ്പിച്ചെടുക്കും. കണ്ണൂരിൽ നമ്മൾ PP ദിവ്യയെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓരോ കേസെടുത്താലും പിന്നെ കാലുവെട്ടിയ ആളുകളെ സ്വീകരണം കൊടുത്തവരാണ് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയാണ്. നമ്മൾ പിന്നെ പരോളിൽ ഇറങ്ങിയാൽ മദ്യം കുടിക്കാം. അതുകൊണ്ട് അത് പിന്നെ ലാ ആൻഡ് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇത് പോലീസ് പിടിക്കുമോ ഇല്ലെന്നറിയില്ല. വല്ല CBI അന്വേഷിച്ചാലേ തീരവുള്ളൂ എന്നാണ് തോന്നുന്നത്. NIA CBI അന്വേഷിക്കണം. ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള, നിങ്ങളൊക്കെ സധൈര്യം പുറത്തു വരിക. കാരണം ഇത്തരത്തെ പുഴുക്കുത്തുകളെ, ദുഷിച്ച ആളുകളെ നമ്മൾ എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് വേടന്മാർ ഇവിടെ വരും. അതുപോലെ തന്നെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ തൊപ്പി വേടനൊന്നും അല്ല നിങ്ങൾക്ക് മാതൃകയാകേണ്ടത്. പണ്ടൊരു വേടൻ ഉണ്ടായിരുന്നു, ഒരു വാൽമീകി രാമായണം എഴുതിയ രത്നാകരൻ എന്ന് പറയുന്ന ഒരു വേടൻ. അതും വേടനായിരുന്നു. നിങ്ങൾ അതുകൊണ്ട് അഭിനവ വേടന്മാരെ തിരിച്ചറിയണം. നിങ്ങൾ കാലഘട്ടം മനസ്സിലാക്കി വേണം കുട്ടികളെ പ്രവർത്തിക്കാൻ. സോഷ്യൽ മീഡിയയിലെയോ, ഇൻസ്റ്റഗ്രാമിലെയോ, എക്സിലെയോ, ടെലഗ്രാമിലെയോ, വാട്സപ്പിലെയോ, ഫേസ്ബുക്കിലെയോ താൽക്കാലികമായ വികാരങ്ങൾ കണ്ടുകൊണ്ട്, തെറി കേട്ടുകൊണ്ട്, അശ്ലീലം കണ്ടുകൊണ്ട് അതാണ് ശരി എന്ന് പറഞ്ഞ് തങ്ങൾ പോകരുത്. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ 1-2 സുന്ദരികളായ പെൺകുട്ടികൾ വന്നിട്ട് തെറി പാട്ടുകളും തെറി വാർത്തകളും വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ചാൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. അതൊന്നും യാഥാർത്ഥ്യമല്ല. പച്ചയായ യാഥാർത്ഥ്യം വേറെയാണ് ജീവിതം. നിങ്ങൾ മൂല്യമുള്ള കുട്ടികളായി, നല്ല കുട്ടികളായി വളരുക. വേടനൊക്കെ വന്നതുപോലെ പോട്ടെ, നമുക്കതൊന്നൊരു വിഷയമല്ല. നമുക്ക് വേണ്ടത് സത്യവും നീതിയും ന്യായവും ധർമ്മവും
നല്ല രീതിയിലുള്ളൊരു ജീവിത രീതിയാണ്. അതുകൊണ്ട് വേടന്മാരെ നിങ്ങൾ വിട്ടേക്കുക.